ഹലോ. നമ്മളുടെ ഈ മോഡേൺ ഏജിൽ, ഈ ഡിജിറ്റൽ ഏജിൽ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ നിങ്ങളൊരു സ്കില്ല് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഓൺലൈനിലൂടെ എന്തെങ്കിലും വിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വിൽക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സ്കില്ലാണത്. നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്കിൽ. ആർക്കും ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചിലർക്ക് ജന്മന കിട്ടും ചെറുതായിട്ട്. പക്ഷേ ഇതൊരു ലേണബിൾ സ്കില്ലാണ്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഓൺലൈൻ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാവരും ഓൺലൈനിലാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ വിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൺലൈനിലൂടെ എങ്ങനെ കറക്റ്റ് ഇത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓൺലൈനിലൂടെ അത് വിൽക്കൂ, ഇത് വിൽക്കൂ, ആ പ്രൊഡക്റ്റ് എടുക്കൂ, ഈ പ്രൊഡക്റ്റ് എടുക്കൂ, ഈ ബിസിനസ് ചെയ്യൂ. ഇതൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുഴിയിൽ പോയി ചാടുന്നതെന്ന്, നിങ്ങൾ അബദ്ധം കാണിക്കുന്നതെന്ന് നിങ്ങളെ തടയാന്നുള്ളതാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അബദ്ധം വരുത്താതിരിക്കണമെങ്കിൽ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓൺലൈനിൽ വിൽക്കുന്നതിനെ പറ്റി. അതായത് ഞാൻ നിങ്ങൾക്ക് മീൻ തരയല്ല, മറിച്ച് നിങ്ങളെ മീൻ പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ഓൺലൈനിൽ പലതെല്ലാം ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ അതൊന്നും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് പലരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറില്ല. അധിക പേരും നിങ്ങളുടെ അടുത്ത് ഇന്ന ബിസിനസ് തുടങ്ങും, ഇന്ന പ്രൊഡക്റ്റ് എടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ പക്ഷേ പഠിക്കേണ്ടത് അതല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കറക്റ്റായിട്ടുള്ള ആ ഷിഫ്റ്റ് സംഭവിച്ചാലാണ് ഓൺലൈനിലൂടെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മേഖല പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ മിന്നിത്തിളങ്ങുന്നതിൻ്റെ പുറകെ ഒക്കെ പോയി ഓടരുത്. നിങ്ങൾ പലരും നിങ്ങളുടെ അടുത്ത് പറയണത് ട്രെൻഡിങ് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് പലരും സംസാരിക്കുന്നത്. ഈ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങും, അതേപോലെ തന്നെ താഴും. ചിലപ്പോൾ നിങ്ങൾ ആ ട്രെൻഡിനെ പറ്റി അറിയുന്നത് ഇത് ഓൾറെഡി കുറേ പൊങ്ങിയതിന് ശേഷമായിരിക്കും. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എല്ലാം എടുത്ത് വിൽക്കാൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ കാശും പോകും. ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന സംഗതിയാണ്. അതായത് എവിടെയൊക്കെ എന്തൊക്കെ മിന്നിത്തിളങ്ങുന്നുണ്ടോ അതിൻ്റെ പുറകെയൊക്കെ കിടന്ന് ഓടാന്നുള്ളതാണ്. ഈ ഓട്ടം ആദ്യം നിർത്തണം. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത്. നിങ്ങൾ അബദ്ധം വരുത്തുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണേ. ഒരു നീഷ് പിക്ക് ചെയ്യുക, ഒരു മേഖല പിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം സംഗതികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് യാതൊരുവിധ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ജീവിതത്തിൽ ഇന്നവർ ഒരു ബിസിനസ്സും അവർ ചെയ്തിട്ടുണ്ട്. അധികം ഈ മിസ്റ്റേക്ക് വരുത്തുന്നത് പ്രവാസികളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രവാസ ലോകത്ത് നിന്ന് കുറച്ച് സമ്പാദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയെങ്കിലും ബിസിനസ്സിലേക്ക്, അവിടെയും ഇവർക്ക് ബിസിനസ് അല്ലായിരുന്നു, അവിടെയും ജോലി തന്നെയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് അധികം ഈ അബദ്ധം വരുത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ ഈ അബദ്ധം വരുത്താറുണ്ട്. അവരങ്ങനെ ഒരേ സമയം 2, 3, 4 ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ഈ തുടക്ക സമയത്ത് ചിന്തിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്, ഒന്നിലധികം മേഖലയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ നേരത്ത്, 2ൽ നിന്നുള്ള വരുമാനം കിട്ടാൻ നേരത്ത് ഒന്ന് പൊളിഞ്ഞാലും ഒന്നുണ്ടാവുമല്ലോ എന്നുള്ളൊരു സേഫ്റ്റി നെറ്റ്, ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഒന്നാമത്തെ ഇതിലേക്ക് ഇറങ്ങാൻ. ഇങ്ങനത്തെ രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാലും ഒന്നും ഉണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തെ ചിന്ത എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വരുമാനം കിട്ടും, ഇതിൽ നിന്നും വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വലിയ വരുമാനമായിട്ട് മാറുമല്ലോ എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ തുടക്ക സമയത്ത് നമുക്ക് അറിവുണ്ടാവില്ല. നമ്മളുടെ ബ്രെയിൻ വളരെ ചെറിയൊരു ബ്രെയിനാണ്. ആ ബ്രെയിൻ പറയുന്നതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിച്ചാലാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ അധിക പേരും ഒന്നിലധികം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലുള്ള വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അധിക സമയം ബാക്ക് ഫയർ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവും. നമ്മുടെ അടുത്തുള്ള റിസോഴ്സുകൾ, മണി, അധ്വാനം എല്ലാം തന്നെ നമ്മൾ 2ലും കൊടുക്കേണ്ടതായിട്ട് വരും. ലാസ്റ്റ് 2ൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം ഇല്ലാത്തൊരവസ്ഥ വരും. ഒരുപാട് പേര് ഈ ഐഡിയ ആയിട്ട് വരുന്നുണ്ട്. അധികം ഓൺലൈനിലായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് ചുരുങ്ങിയതൊരു 3 ഐഡിയ എങ്കിലും ഉണ്ടാവും. 3 മേഖലയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 മേഖലകൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് 1 നമ്പർ ഇടുക, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 2 ഇടുക, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 3 ഇടുക, 4, 5 ഇങ്ങനെ 5 എണ്ണം തിരഞ്ഞെടുത്തിട്ട് ഒന്നാമത്തെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം വെട്ടിക്കളയുക. അതുമായിട്ട് തിരിഞ്ഞു നോക്കാനേ പാടില്ല. ഒരെണ്ണം മാത്രം പിടിക്കുക, ഒരെണ്ണത്തിൻ്റെ പുറകെ തന്നെ പോവുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ ഓൺലൈനിൽ നിങ്ങൾ വിൽക്കാൻ തിരഞ്ഞെടുക്കാൻ നേരത്ത് തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം.
അധിക ആളുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകളാണ്. ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലും അവിടെയൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അവരുടെ ജേണിയും കാര്യങ്ങളും എല്ലാം അവർ നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് നല്ല പ്രയാസമാണ്. തുച്ഛമായിട്ടുള്ള ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഒരുപാട് ഓർഡറുകൾ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെട്ട വരുമാനം കിട്ടുള്ളൂ. ഓൺലൈൻ്റെ കേസിൽ അധിക സമയം എൻക്വയറി ചോദിച്ച് കസ്റ്റമേഴ്സ് വരും, അവരായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യണം, അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് വളരെ തുച്ഛമായിട്ടുള്ള ലാഭത്തിന് കുറച്ച് ഓർഡറുകൾ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു മെച്ചം ഉണ്ടാവില്ല. ഇത് ഞാൻ പറയണത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. തുച്ഛമായിട്ടുള്ള ലാഭം എന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് 200 രൂപ വിലയൊക്കെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ലാഭം 30 രൂപ 40 രൂപയൊക്കെയാണ് ലാഭം കിട്ടുള്ളൂ. അപ്പോൾ ഈവൻ ഒരു 10 ഓർഡർ ജനറേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്കൊരു ഡെയിലി ഒരു 300-400 രൂപയുടെയൊക്കെ ഇൻകമാണ് നിങ്ങൾക്ക് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്കതൊരു മെച്ചപ്പെട്ട രീതിയിൽ അതൊരിക്കലും വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളെ അതിൻ്റെ ഓർഡർ വാല്യൂ അനുസരിച്ച് സർവീസുകളെ ഓർഡർ വാല്യൂ അനുസരിച്ച് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ലോ ടിക്കറ്റ്, മിഡ് ടിക്കറ്റ്, ഹൈ ടിക്കറ്റ്. നിങ്ങൾ ഈ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒഴിവാക്കുക, അതായത് ചുരുങ്ങിയ വിലയുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കുക. മിഡ് ടിക്കറ്റ് പ്രൊഡക്റ്റുകളൊക്കെ പിടിക്കാൻ നോക്കുക, അതായത് തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ലാഭം വരുന്ന പ്രൊഡക്റ്റുകൾ. കുറച്ച് പണിയെടുത്ത് നമ്മൾ നല്ല രീതിയിൽ ലാഭം ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് അധിക പേരും പറഞ്ഞു തരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പേരും ഇവൻ പഠിപ്പിക്കുന്ന ആളുകൾ പോലും അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സംഗതിയൊക്കെ തിരഞ്ഞെടുക്കുക, യുണീക്കായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. പക്ഷേ പ്രൈസിനെ പറ്റി ആരും പറയൂല, ലാഭത്തിനെ പറ്റി പറയൂല. കാരണം വെച്ചാൽ ഇത്തരം ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോലുള്ള. നമുക്ക് നല്ല രീതിയിൽ ലാഭം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെയിൽ നടന്ന ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സെയിൽ നടന്നാൽ എനിക്ക് മെച്ചപ്പെട്ടൊരു ലാഭം കിട്ടണം. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോടു കൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഓൺലൈൻ ബിസിനസ്സിലൂടെ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് തന്നെ വേണോ ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. കാരണം ഓൺലൈനിലൂടെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന പല സർവീസുകളും ഉണ്ട്. നമ്മളുടെ കഴിവ്, നമ്മളുടെ അറിവ്, നമ്മളുടെ ഒരു പ്രത്യേക വിഷയത്തിലെ പരിചയ സമ്പത്ത് ഇതെല്ലാം തന്നെ ഒരു സർവീസാക്കി മാറ്റി ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ സമയവും പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രൊഡക്റ്റാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്കൊരു പ്രത്യേക വിഷയത്തിൽ കഴിവുണ്ടായിരിക്കാം, ഒരു പ്രത്യേക വിഷയത്തിൽ അറിവുണ്ടായിരിക്കാം, പ്രത്യേക വിഷയത്തിൽ പരിചയ സമ്പത്ത് ഉണ്ടായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാക്കി മാറ്റിക്കൊണ്ട് ഓൺലൈനിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വലിയൊരു സർവീസാണ്. കാരണം നിങ്ങൾ നേരിടുന്ന ചിലപ്പോൾ ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കാം, ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേക രീതിയിലുള്ള എക്സസൈസ്, ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ആ മൈഗ്രെയിൻ ഹെഡേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സർവീസ് പോലെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത് തന്നെ വേണം, ഇന്ന പ്രൊഡക്റ്റ് തന്നെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ഒരു രൂപമുള്ള ഒരു കളറുള്ള ഒരു സംഗതി തന്നെ വേണമെന്നില്ല. അതല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓൺലൈനിലൂടെ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സെഗ്മെൻറ്റ് ബിസിനസ്സിലുണ്ട്. അധിക പേരും ഇഗ്നോർ ചെയ്യുന്ന സെഗ്മെൻറ്റാണത്. ഇതിൻ്റെ പേരാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പല പ്രോബ്ലങ്ങളും നിങ്ങൾക്കുണ്ടാവും. എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു തന്നെ പോലെ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പാലം പണിയലാണ്. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന പാലം? നമ്മളുടെ കയ്യിൽ എന്താണോ വിൽക്കാനുള്ളത് അതിനെയും അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെയും ബന്ധിപ്പിക്കുന്ന പാലം പണിയണ പരിപാടിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പലരും ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കും, ലൈസൻസുകളും കാര്യങ്ങളും ഉള്ള ചപ്പ് ചവറ് എല്ലാ ലോഗോ എല്ലാം എടുക്കും, പ്രൊഡക്റ്റും കണ്ടെത്തും, പാക്കേജിങ് എല്ലാം ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കാത്തു കെട്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഒരു പുഴയുടെ ഇക്കരെ. കാരണം കസ്റ്റമർ വേണമെങ്കിൽ നീന്തി പാലം പണിത് കസ്റ്റമർ വരട്ടെ, എൻ്റെ പണിയല്ല അത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ലൈസൻസും എല്ലാ കാര്യങ്ങളും എടുത്ത് പ്രൊഡക്റ്റൊക്കെ റെഡിയാണ്, ഇനി അവർ വേണമെങ്കിൽ വന്ന് വാങ്ങട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത് അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ബിസിനസ്സിലേക്ക്
ലീഡ്സിൻ്റെ കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഉണ്ടാവില്ല. തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് കടന്നു വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മെച്ചപ്പെട്ട സെയിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ സെയിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം പറഞ്ഞ പാലം നിങ്ങൾ പണിയണം. ഈ പാലം പണിതാലാണ് അവർക്ക് ഈസി ആയിട്ട് നമ്മളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനാണ് ഓൺലൈനിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. കാരണം സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ പ്രസൻസാണ് ആ പാലം. സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളെ പറയുകയാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത്. അവരിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ തേടണം. അവർക്ക് ഉപകാരപ്പെടുന്ന, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയണം. സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളിലേക്ക് എത്തും. അതല്ലാതെ പലരെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീല് കിട്ടും. ലൈസൻസ് എടുത്തു, നമ്മൾ രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് മാറി, പ്രൊഡക്റ്റ് ഓക്കെയാണ്, പാക്കേജിങ് ഉണ്ട്, എല്ലാം റെഡിയാണ്. ഇതൊക്കെ ലീഗലി നിങ്ങളൊരു ബിസിനസ്സാണെന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് സെയിൽ കിട്ടണില്ല. നമുക്ക് നല്ല രീതിയിൽ സെയിൽ വരണമെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ തുടക്ക സമയം ഫോക്കസ് ചെയ്യണം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഞാൻ നിങ്ങൾക്കൊരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു തന്നെ പോലെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തേങ്ങയുടെ ബിസിനസ്സാണെന്ന് വിചാരിക്കുക. തേങ്ങ ബിസിനസ്സാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 10 തേങ്ങ, ഉദാഹരണം പറയണേ, ഒരു ദിവസം 10 തേങ്ങ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് നാളിങ്ങനെ പോകാൻ നേരത്ത് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ഇതിപ്പോൾ ഈ എല്ലാ ദിവസവും ഒരു 10 തേങ്ങയുടെ ബിസിനസ് കിടന്നിട്ട് എന്താ കാര്യം, മെച്ചപ്പെട്ട വരുമാനമൊന്നും കിട്ടണില്ലല്ലോ. അപ്പം നേരെ തന്നെ നിങ്ങൾ മാങ്ങയുടെ ബിസിനസ്സിലേക്ക് ചാടാൻ നോക്കും. കാരണം ആരോ എവിടെയോ പറയണേ കേട്ടു, മാങ്ങക്ക് ഒരു ദിവസം 15 ഓർഡർ കിട്ടും, 15 മാങ്ങയുടെ ബിസിനസ് നമുക്ക് നടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റുകൾ, ആ ബിസിനസ്സിൻ്റെ സെഗ്മെൻറ്റുകൾ മാറി ഇങ്ങനെ ചാടി കളിച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെടും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ തേങ്ങ ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് 10 തേങ്ങയുടെ ബിസിനസ് ഒരു ദിവസം നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അത്ര മാത്രം നടക്കുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. 10 ആളുകളിലേക്ക് എത്താനുള്ള പരിപാടിയെ നിങ്ങൾ ചെയ്യണുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഓർഡർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ആ തേങ്ങയുടെ ബിസിനസ് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മാങ്ങയുമായിട്ട് ചാടിയെന്ന് വിചാരിക്കുക. മാങ്ങയിൽ നിന്ന് 15 ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോഴും ഈ എക്സ്ട്രാ കിട്ടുന്ന ഒരു 5 ഓർഡർ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകമായിട്ടുള്ളൊരു മാറ്റവും സംഭവിക്കാൻ പോണില്ല. അവിടെയും ഈവൻ ആ മാങ്ങയുടെ ബിസിനസ്സിലും മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിലും ചെയ്യേണ്ടത്. ആളുകളുടെ വിചാരം തേങ്ങ മാറ്റി മാങ്ങയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്ചപ്പെടുന്ന. അപ്പോൾ മാങ്ങയിൽ നിൽക്കാൻ നേരത്ത് വലിയ മെച്ചം, അപ്പോൾ നേരെ ചക്കയിലേക്ക് ചാടും. അങ്ങനെ ചക്കയിൽ ചെല്ലാൻ നേരത്തും ഇതേ അവസ്ഥ തന്നെ. അപ്പോൾ ഏത് ബിസിനസ്സിലേക്ക് ചാടുമ്പോഴും നമ്മൾ മാർക്കറ്റിംഗ് നിർബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തേങ്ങയുടെ ബിസിനസ്സിൽ തന്നെ നിന്നിട്ട് ഈ തേങ്ങ 10 എണ്ണം വിൽക്കണോടത്ത് 20 എണ്ണം വിൽക്കാൻ നോക്കുക, 25 എണ്ണം വിൽക്കാൻ നോക്കുക. അത് എങ്ങനെയാണെന്ന് പഠിക്കുക, എങ്ങനെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, ഓൺലൈനിലൂടെ എങ്ങനെ കൂടുതൽ ആളുകളെ കണ്ടെത്താം, എങ്ങനെ വന്നവരെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാം. ഏത് ബിസിനസ്സിൽ ഈ തേങ്ങയിൽ തന്നെ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങളിത് ചെയ്യണം. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ ബിസിനസ് എന്നുള്ള ഐഡിയ, അങ്ങനെയുള്ളവർ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എങ്ങും എത്താൻ പോകണില്ല. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് അധികം ഈ മിസ്റ്റേക്ക് വരുത്തണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത പോണത് ഈ ബിസിനസ്, ഈ തേങ്ങയുടെ ബിസിനസ് ആയതുകൊണ്ടാണ്. ഞാൻ മാങ്ങ ഇറങ്ങിയും കുറച്ചുകൂടി ബെറ്റർ ആയാണ്. ശരിക്കും നിങ്ങളുടെ പ്രശ്നം തേങ്ങയും മാങ്ങയും ചക്കയൊന്നുമല്ല, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയാത്തതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ ഇത് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ നിലവിലിപ്പോൾ ഒരു ജോലി ഉണ്ടായിരിക്കുക, അതിന് ചിലപ്പോൾ മാസം ഒരു 30,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. മുതലാളി എന്തോ കനിവൊക്കെ തോന്നി നിങ്ങൾക്ക് ഒരു 5,000 രൂപ എക്സ്ട്രാ തന്നെന്ന് വിചാരിക്കുക. ഈ എക്സ്ട്രാ വന്ന 5,000 രൂപ കൊണ്ട് യാതൊരു നോട്ടബിൾ ഡിഫറൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണില്ല. 30,000 നിന്ന് ഒരു ജമ്പ് സംഭവിച്ചു 35,000-ലേക്ക്. ആ 5,000 രൂപയുടെ ഡിഫറൻസ് കൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കണില്ല. ഇതേ അവസ്ഥ തന്നെയാണ്. തേങ്ങ 10 ഓർഡർ ഒരു ദിവസം കിട്ടാൻ നേരത്ത്, തേങ്ങ മോശമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാങ്ങയുമായിട്ട് ചാടാൻ നേരത്ത്, അവിടെ വരുന്ന ആ എക്സ്ട്രാ 5 സെയില് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും കൊണ്ടുവന്നില്ല. പഴയതുപോലെയൊക്കെ തന്നെ ഏറെക്കുറെ. ഇവിടെ ഇതിന് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞതാണ്. ഇതേപോലെ ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്ഥലത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ക്ലാസ്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിലും
ആ എൻക്വയറി ചോദിച്ചു വരുന്ന ആളുകളെ കൊണ്ട് എങ്ങനെ കൂടുതലായിട്ട് എടുപ്പിക്കാമെന്ന് പഠിക്കണേലുമാണ് യഥാർത്ഥത്തിലുള്ള സക്സസ് ഓൺലൈനിൽ ഇരിക്കുന്നത്. അല്ലാതെ ഓരോ ദിവസവും മിന്നിത്തിളങ്ങണതിൻ്റെ പുറകെ ഓടുമ്പോഴല്ല നിങ്ങൾക്ക് സക്സസ് വന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാം. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇനി അടുത്തതായിട്ട് ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വരവിൽ കവിഞ്ഞ് ചിലവാക്കാതിരിക്കുക. ഇത് ഓൺലൈനിന് മാത്രം ബാധകമല്ല, പുറത്തും ബാധകമാണ്. വരവിൽ കവിഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചിലവാക്കരുത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നും, പക്ഷേ പലർക്കും ഇതറിയാം. പക്ഷേ ഇമോഷൻസ് ചില സമയത്ത് നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിക്കാൻ നോക്കും. നിങ്ങളുടെ ഇമോഷൻസ് നമുക്ക് കുറച്ചും കൂടി സ്പേസുള്ള ഓഫീസ് ആയാലോ, ഒരു നല്ല വെബ്സൈറ്റൊക്കെ ഇല്ലെങ്കിൽ മോശമല്ലേ? വെബ്സൈറ്റ് വേണം, ഒരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സെയിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇന്നും കൂടി എൻ്റെ അടുത്തൊരു സംരംഭകൻ എന്നെ കോൺടാക്ട് ചെയ്തു. അവർ പെർഫ്യൂമിൻ്റെ ബിസിനസ്സാണ് ചെയ്യണത്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര ഓർഡർ കിട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 മുതൽ 10 ഓർഡർ വരെയാണ് ഒരു ദിവസം കിട്ടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. വെബ്സൈറ്റിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര എൻക്വയറി ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ വെബ്സൈറ്റുമായിട്ട് പോകേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓടിപ്പോയി വെബ്സൈറ്റ് തുടങ്ങേണ്ട കാര്യമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ട്രിക്ക് തന്നെയാണ്. കാരണം ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഒരു വെബ്സൈറ്റ് വേണ്ടേ? ബിസിനസ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സ്പേസുള്ള ഓഫീസ് വേണ്ടേ? ബിസിനസ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഫർണിച്ചറുകൾ വേണ്ടേ? അങ്ങനെ ഓരോ ടൈമിലും ഓൾറെഡി വാഹനമുള്ള ആൾ പുതിയ വാഹനം പോയി എടുക്കുന്നു. ഈ വിഷയം സംസാരിക്കാൻ പോയത് ഒരുപാടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വരവി കവിഞ്ഞ് ചിലവാക്കാൻ ശ്രമിക്കരുത്. പലരുടെയും മിസ്റ്റേക്ക് വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ ഇവർക്ക് കിട്ടണം. കാരണം ബിസിനസ്സിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ മണി കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നേരിട്ട് സെയിലിനെ സഹായിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കാശ് സ്പെൻഡ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. അതായത് അവിടെ ആ മണി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സെയിൽ കൊണ്ട് കിട്ടുന്നുണ്ടോ? അവിടെ നിങ്ങൾ 5 രൂപ ഇറക്കാൻ നേരത്ത് ആ 5 രൂപ ഇറക്കിയത് കൊണ്ട് 10 രൂപ നമുക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലത്ത്, അങ്ങനെ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ്ലി നമുക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലയിലാണ് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ കാറിന് അലോയ് വീല് കയറ്റിയത് കൊണ്ട് ഡയറക്റ്റ് സെയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വരും? ഇല്ല. നിലവിലുള്ള ഫർണിച്ചർ മാറ്റി കുറച്ചും കൂടിയും നല്ല ഫർണിച്ചർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽ കൂടുമോ? ഇല്ല. കാരണം അതൊന്നും കസ്റ്റമർക്ക് അറിയണ്ട. നമ്മൾ ഓൺലൈനിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കണമെന്നുള്ളത് വലിയ കാര്യമായിട്ട് കസ്റ്റമർക്ക് അറിയണ്ട. ഓൺലൈനിലെ കേസാണ് പറഞ്ഞത്. ചില ബിസിനസ്സുകളിൽ ശരിയാണ്, അത് അതിൻ്റേതായിട്ടുള്ള ഓഫീസ് സൗകര്യമൊക്കെ വേണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ്റെ കേസാണ്. അനാവശ്യം ഡയറക്റ്റ്ലി, അതാണ് ഞാൻ പറഞ്ഞത്, നേരിട്ട് നമുക്ക് സെയിൽ കൊണ്ടുവരും, കൂടുതൽ സെയിൽ കിട്ടുമെന്നുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ കാശ് സ്പെൻഡ് ചെയ്യാം. പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ ബുക്സുകൾ വായിക്കാൻ അവിടെ നിങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യാം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യാം. കാരണം ഇതെല്ലാം നമുക്ക് നേരിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന സംഗതികളാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് നിങ്ങൾ ഒഴിവാക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവി കവിഞ്ഞ് നമ്മൾ ചിലവാക്കാൻ നേരത്ത് അധിക സമയം വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെയിൽ എല്ലാ സമയത്തും ഒരേപോലെ ഇരിക്കില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം അധിക പേരും ബിസിനസ്സിലേക്ക് വരുന്നത് ജോലിയിൽ നിന്നൊക്കെയാണ്. ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 1-ാം തീയതി ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടും, അല്ലെങ്കിൽ 5-ാം തീയതി കിട്ടും, 10-ാം തീയതിക്കുള്ളിൽ സാലറി, ഒരു ഡേറ്റ് ഉണ്ട് ആ സാലറിക്ക്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വലിയ കാര്യമായിട്ട് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടും. പക്ഷേ ബിസിനസ്സിൽ അങ്ങനെയല്ല. ബിസിനസ്സിൽ കയറ്റിറക്കങ്ങളാണ്, പീക്സ് ആൻഡ് വാല്യൂസ് ആണ്. ഇതിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. ഒരാഴ്ചയിൽ നല്ല സെയിൽ, അടുത്ത 2 ആഴ്ചക്ക് ഒട്ടും സെയിലില്ല, പിറ്റത്തെ ആഴ്ചയിൽ നല്ല സെയിൽ. അപ്പോൾ ഇങ്ങനെ കയറ്റിറക്കങ്ങളാണ്. പലരുടെയും അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെയിൽ കാണാൻ നേരത്ത് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല വരുമാനം നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഈ കയറ്റം ഉണ്ടല്ലോ, ഈ കയറ്റം എന്നെന്നും നിലനിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനാനുപാതികമായിട്ടുള്ള കോസ്റ്റുകൾ വരുത്താനായിട്ട് നോക്കും. നിങ്ങൾ ഇത് ബിസിനസ്സിൽ മാത്രമല്ല, ചില ആളുകൾക്ക് നല്ല സാലറി ഉള്ള ജോലി കിട്ടാൻ നേരത്തെ അവരെന്ത് ചെയ്യും? ഒരുപാട് EMI കാര്യങ്ങളും എല്ലാം എടുത്ത് അനാവശ്യമായിട്ട്, കാരണം അവരുടെ ചിന്ത എന്നെന്നും ഈ വരുമാനം എനിക്ക് കിട്ടൂലോ. അപ്പോൾ ഭാവിയിൽ കിട്ടാനുള്ള കാശ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രസൻറ്റിൽ അത് സ്പെൻഡ് ചെയ്യാൻ നോക്കിയാണ്. ലോകമണ്ടത്തരാണ്. കുഴിയിൽ പോയി ചാടും, പിന്നെ കയറാൻ സാധ്യത വളരെ കുറവാണ്. അതിൽ കിടന്ന് മരിക്കാനാണ് സാധ്യത ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ.
കാരണം ഈ സെയിൽ എന്നൊന്നും നിലനിൽക്കില്ല. ഈ കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, എന്തെങ്കിലും ഒരു ഇറക്കം ഉണ്ടാവും. അപ്പോൾ ആ ഇറക്കത്തിൻ്റെ സമയത്ത് ആ സെയിൽ ഇടിയണ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം കോസ്റ്റും സെയിലും തമ്മിൽ യാതൊരു ബന്ധമല്ല. നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലായിരിക്കും ഈ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാക്കിയാണ്. ഒരു ഉദാഹരണം, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ബാങ്കിന് അറിയണ്ട നിങ്ങൾക്ക് സെയിൽ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സെയിലും എക്സ്പെൻസും തമ്മിൽ നിങ്ങളുടെ സെയിൽ കൂടിയപ്പോഴാണ് അതിനനുസരിച്ച് നിങ്ങൾ എക്സ്പെൻസും കൂട്ടിയത്. ഇപ്പോൾ സെയിൽ കുറഞ്ഞു, എക്സ്പെൻസ് കുറയോ? ഇല്ല, എക്സ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിലിനോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കണതല്ല. നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലെ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും സെയിലുമായിട്ട് നേരിട്ട് സെയിൽ കുറയുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസ് കുറയുന്ന രീതിയിലല്ല നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് നേരിട്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന് അറിയണ്ട നിങ്ങൾക്ക് സെയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ എന്തായാലും അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് കൊടുത്തേ പറ്റും. അപ്പോൾ സെയിൽ കുറയൂല, എക്സ്പെൻസ് കുറയൂല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക. ഒരു കയറ്റം കണ്ടു എന്ന് കരുതി അതിനാനുപാതികമായിട്ട് എക്സ്പെൻസുകൾ വരുത്താതിരിക്കുക. ഏതിലൊക്കെ? പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും. അങ്ങനെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിയിൽ പോയി ചാടും. ഏതാണ് ആ കുഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടല്ലോ. ആ ഇറക്കത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ 1-2 മാസമോ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിൽ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ 1-2 ആഴ്ച സെയിൽ കിട്ടാതിരിക്കാം. ആ ടൈമിലെല്ലാം നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഈസിലി റൺ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു റിസർവ് ഫണ്ട് വേണം. അത് മുമ്പുണ്ടാക്കിയ പ്രോഫിറ്റ് ആയിരിക്കാം, അത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. എന്നാലാണ് ആ വരാനിരിക്കുന്ന ടൈമിൽ നമുക്കത് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്, ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ. പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു അബദ്ധം വരുത്തുന്നതുകൊണ്ട് പലപ്പോഴും ഫെയിൽ ആവാറുണ്ട്. അവർക്ക് സെയിൽ ഇല്ലാത്തതുകൊണ്ട്, മോശം ബിസിനസ് ആയതുകൊണ്ടല്ല, അവർക്ക് മണി മാനേജ് ചെയ്യാനുള്ള വലിയ അറിവില്ലാത്തതുകൊണ്ട് ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. എപ്പോൾ നല്ല രീതിയിൽ സെയിൽ വരാൻ നേരത്ത് അതിനനുസരിച്ച് നിങ്ങൾ എക്സ്പെൻസുകൾ വരുത്തി വെക്കാതിരിക്കുക. ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാനായിട്ട്, ഓൺലൈനിലൂടെ മാർക്കറ്റിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കുഴിയിൽ പോയി ചാടാതിരിക്കാനുള്ള. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.